സൂപ്പർമാൻ സിനിമ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ $578 മില്യൺ ആണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. സൂപ്പർമാൻ സിനിമ റിലീസ് ചെയ്ത് 45 ദിവസം തികയുമ്പോൾ, അതായത് ഈ വരുന്ന 26-ാം തീയതി OTT റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. മാർവലിൻ്റെ പുതിയ ഫാന്റാസ്റ്റിക് ഫോർ $430 മില്യൺ ആണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതുപോലെ സിനിമയുടെ ബജറ്റ് $200 മില്യൺ ആണ്. നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച് ഫാന്റാസ്റ്റിക് ഫോർ എന്ന സിനിമ തിയേറ്ററിക്കൽ റണ്ണ് അവസാനിക്കുമ്പോൾ 490 അല്ലെങ്കിൽ $510 മില്യൺ ഇടയിലായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ. എന്തായാലും ഫാന്റാസ്റ്റിക് ഫോർ എന്ന സിനിമ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. സ്കോർപ്പിയൻ്റെ ലൊക്കേഷൻ പിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ സ്പൈഡർമാൻ്റെയും ലൊക്കേഷൻ പിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് അവിടെയുള്ള ഫാൻസ് തന്നെയാണ് ഇങ്ങനെ ലീക്ക് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് VFX യൂസ് ചെയ്യാതെ പ്രാക്ടിക്കൽ എഫക്റ്റ് വെച്ചിട്ടാണ് സ്പൈഡർമാൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. പീറ്റർ പാർക്കർ ഗ്രോക്കറി ഷോപ്പിൽ നിൽക്കുന്നൊരു പിക്കും കൂടി വന്നിട്ടുണ്ട്. പീറ്റർ പാർക്കർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടാവാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ലൊക്കേഷൻ വീഡിയോ മാർവൽ പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മളിൽ പലരും ചെറുപ്പത്തിൽ ആദ്യമായി കണ്ട സൂപ്പർ ഹീറോ സ്പൈഡർമാൻ ആയിരിക്കാം. അതും 2Bയുടെ സ്പൈഡർമാൻ ആയിരിക്കാം. പിന്നീട് വന്ന ആൻഡ്രോയും ഇപ്പോൾ വന്ന ടോം ഹോളണ്ടും മികച്ച രീതിയിൽ തന്നെയാണ് സ്പൈഡർമാനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അധികം ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് സ്പൈഡർമാൻ. എന്തായാലും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ഷാൻജി സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ എന്തായാലും കിടിലൻ ആക്ഷൻ സീക്വൻസൊക്കെ ഈ ഒരു സിനിമയിലുണ്ടാവും. പണിഷർ, സ്കോർപ്പിയൻ, ഹൾക്ക് എന്നീ ക്യാരക്ടേഴ്സൊക്കെ ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്ന് പറയുന്നതൊക്കെ സിനിമയിലുള്ള പ്രതീക്ഷ കൂടുന്നതിൻ്റെ കാരണങ്ങളാണ്. എന്തായാലും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. പൊമ്പാല ഫിലിംസിൻ്റെ മഹാവതാർ നരസിംഹ എന്ന സിനിമ ഇതുവരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 210 കോടി രൂപയോളമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്.